ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് വിഷാര ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. അപ്പം അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. അപ്പം നമുക്കറിയാം, നമ്മൾ പല ഡിസ്ട്രിബ്യൂഷൻസിനും കണ്ടിട്ടുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അഡിറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? അഡിറ്റീവ് പ്രോപ്പർട്ടി ഇല്ലാത്ത ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്? ഗാമ ഡിസ്ട്രിബ്യൂഷനും എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും. കാരണം അഡിറ്റീവ് പ്രോപ്പർട്ടിയിൽ എന്താണ് പറയുന്നത്? അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കെ വേരിയബിൾസ് ഫോളോ ചെയ്യുന്നത് നമ്മുടെ പേരൻറ് ഡിസ്ട്രിബ്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സം, ആ റാൻഡം വേരിയബിൾസിൻ്റെ റാൻഡം സം എന്ന് പറയുന്നതും സെയിം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് ഐഡൻറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം നിർബന്ധമില്ല. കാരണം ഏതെങ്കിലും ഒരു പാരാമീറ്ററെ ഈക്വൽ ആയിരിക്കരുത് ഉള്ളൂ. നമുക്കറിയാം, ബൈനോമിയൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പി ആണ് ഈക്വൽ, എൻ വ്യത്യാസം ഉണ്ടാകാം, അല്ലേ? അതേപോലെ നോർമൽ കൺസിഡർ ചെയ്താലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഐഡൻറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആകണമെന്ന് നിർബന്ധമില്ല എല്ലാ റാൻഡം വേരിയബിൾസും ഫോളോ ചെയ്യുന്നത്. പിന്നെന്താണ്? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റാൻഡം വേരിയബിൾസ് കൺസിഡർ ചെയ്തെങ്കിൽ മാത്രം മതി. അപ്പം ഇവിടെയും അതേപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ WI, ith റാൻഡം വേരിയബിൾ WI ഫോളോ ചെയ്യുന്നത് WP, NI, സിഗ്മ എല്ലാ റാൻഡം വേരിയബിളിനും സെയിം ആണ്. NI വ്യത്യാസം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സമ്മേഷൻ WI ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? സെയിം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ എന്താണ്? NI എന്നുള്ളത് സമ്മേഷൻ NI ആയി. സിഗ്മയിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ അഡിറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നത്. ഇവിടെയും അതേപോലെ തന്നെ എങ്ങനെയാണെന്ന് നോക്കാം. സോ എങ്ങനെയാണ് ഇവിടെ പ്രോസസ്സ് പോകുന്നത്? നമുക്ക് WIൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അറിയാം, അല്ലേ? ഡിറ്റർമിനൻ്റ് I മൈനസ് 2i സിഗ്മ ടി ഹോൾ റേസ് ടു മൈനസ് NI/2. NI/2 ആണ്. സോ സമ്മേഷൻ WIൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നമുക്ക് അറിയാൻ പറ്റിയെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ അറിയാം, ബിക്കോസ് ഓഫ് ദ യുണീക്നെസ് പ്രോപ്പർട്ടി ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, അല്ലേ? അപ്പം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് സമ്മേഷൻ WI അറ്റ് ടി. അപ്പോൾ അതേ സമ്മേഷൻ WIനെ നമുക്ക് സഫിക്സിൽ W1 പ്ലസ് എക്സെട്ര പ്ലസ് WK ആക്കി എഴുതാം. അപ്പം WIs ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് എങ്ങനെ എഴുതാം? നമുക്കതിനെ characteristic function of W1 at t into characteristic function of W2 at t etc. characteristic function of WK at t. അതായത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലേ? ഇനി ഇത് ഐഡന്റിക്കൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5w of t ഹോൾ റേസ് ടു n എന്ന് എഴുതാം. പക്ഷേ ഐഡന്റിക്കൽ അല്ല, അതുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുന്നു. ഇനി നമുക്ക് 5wi of t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് കിട്ടി? സമ്മേഷൻ WIൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് I മൈനസ് 2i സിഗ്മ ടി റേസ് ടു മൈനസ് സമ്മേഷൻ ഓവർ NI/2. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും, ബൈ ദ യുണീക്നെസ് പ്രോപ്പർട്ടി ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ദി സമ്മേഷൻ WI ഫോളോസ് എന്താണ്? വിഷാർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് സമ്മേഷൻ NI ആൻഡ് സിഗ്മ. സോ ഇവിടെ നിന്നാണ് നമ്മളത് എഴുതുക. സോ ദിസ് ഈസ് ദ പ്രൂഫ്. എന്താണ് അടുത്ത പ്രോപ്പർട്ടി? Wൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വിഷാർ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ L'(WL'ൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഇറ്റ് ഫോളോസ് L' സിഗ്മ L chi² n. എന്തുകൊണ്ടാണ് chi² ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഇത് മാറിയിരിക്കുന്നത്? ബിക്കോസ് W എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്. അപ്പം മെട്രിക്സ് വേരിയേറ്റഡ് ഡിസ്ട്രിബ്യൂഷനാണ് വിഷാര ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ L'(WL) എന്താണ്? നമ്മൾ കണ്ടിട്ടുണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ, അല്ലേ? മൾട്ടിവേരിയേറ്റ് നോർമലിൽ L' യൂണിവേരിയേറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അല്ലേ? ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ L'(XL) നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? യൂണിവേരിയേറ്റ് നോർമലാണ്. അതേപോലെ L'(WL) എന്ന് പറയുന്നത് യൂണിവേരിയേറ്റിലേക്ക് മാറുക ചെയ്യുന്നത്. L എന്ന് പറയുന്നത് ഒരു കോളം വെക്ടറാണ്. അപ്പം L'(WL) എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ
യൂണിവേരിയേറ്റ് ആയി മാറുന്നു, സിംഗിൾ വേരിയബിൾ ആണ്. അപ്പം അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ഒരിക്കലും വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ വരത്തില്ല. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് കൈ സ്ക്വയർഡ് എൻ. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് സം കോൺസ്റ്റൻസ് എൽ ഡാഷ് സിഗ്മ എൽ. അതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് പ്രൂഫ് നോക്കാം. സോ നമുക്കറിയാം W എന്താണ്, സമ്മേഷൻ എക്സ് ആൽഫ ട്രാൻസ്പോസ്. സോ എൽ ഡാഷ് W എല്ലിനെ നമുക്ക് എങ്ങനെ എഴുതാം, എൽ ഡാഷ് ഇൻറ്റു സമ്മേഷൻ ഓവർ ആൽഫ എക്സ് ആൽഫ ട്രാൻസ്പോസ്. ഓക്കെ, അതെന്ന് പറയുന്നത് സമ്മേഷൻ ഔട്ട് സൈഡ് എടുക്കുമ്പം എൽ ഡാഷ് എക്സ് ആൽഫ ഡാഷ് എൽ. ഓക്കെ, ഈ ട്രാൻസ്പോസ് ഡാഷ് എന്ന് പറഞ്ഞാൽ സെയിം ആണ് കേട്ടോ. അത് ചിലതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് ഡാഷിനെ വരത്തുള്ളൂ. ട്രാൻസ്പോസ് ആണ് നമ്മളത്, നിങ്ങൾക്കത് കൺഫ്യൂഷൻ വരരുത്. ഒരിക്കലും ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ് കൺഫ്യൂഷൻ വരുന്നുണ്ടെന്ന്. അപ്പം ട്രാൻസ്പോസ് ഡാഷ്, അത് ചിലയിടത്ത് അത് സഫിക്സ് അവിടെ നമ്മൾ എക്സ്പൊണൻറ്റിൽ ടി എഴുതാറുണ്ട്, ചിലയിടത്ത് ഇങ്ങനെ ഡാഷാണ് എഴുതുക. ഓക്കെ, അതിൽ സംശയമൊന്നും വരരുത്. അപ്പം ഇവിടെ നമ്മൾ ഈ എൽ ഡാഷ് എക്സ് ആൽഫയ്ക്ക് വൈ ആൽഫ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിയുമ്പം എന്താണ് ഇവിടെ സംഭവിക്കുക? സോ വൈ ആൽഫ എന്താണ്, എൽ ഡാഷ് എക്സ് ആൽഫ. അപ്പം അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം എൽ ഡാഷ് എക്സ് ആൽഫ എന്താണ്, ഒരു സിംഗിൾ വേരിയബിൾ ആണല്ലേ. അതായത് x1 ആൽഫ, x2 ആൽഫ, എക്സെട്ര എക്സ് പി ആൽഫ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഒരു സ്കെയിലർ ഫോമാണ് നമുക്ക് കിട്ടുക വൈ ആൽഫ ആയിട്ട്. സോ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ വെക്ടർ എൽ ഡാഷ് മ്യൂ. അപ്പോൾ ഇവിടുത്തെ മ്യൂ എന്ന് പറയുന്നത് 0 ആണ്, എക്സ് ആൽഫയുടെ മീൻ വെക്ടർ 0 ആണ്. സോ എൽ ഡാഷ് മ്യൂ എന്ന് പറയുന്നത് 0 ആൻഡ് ഡിസ്പെർഷൻ മെട്രിക്സ് എൽ ഡാഷ് സിഗ്മ എൽ. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, മൾട്ടിവേരിയേറ്റ് നോർമലിൽ നമ്മൾ പഠിച്ച ഒരു തിയറമാണ് അല്ലേ. ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണെങ്കിൽ എൽ ഡാഷ് എക്സ് എല്ലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം വൈ ആൽഫയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിവേരിയേറ്റ് നോർമലാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിനി ബാക്കി ചെയ്യാൻ പോവുക. സോ വൈ ആൽഫയുടെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ വിത്ത് മീൻ 0യും ഡിസ്പെർഷൻ വേരിയൻസ് എൽ ഡാഷ് സിഗ്മ എൽ. ഡിസ്പെർഷൻ മെട്രിക്സ് അല്ല, വേരിയൻസ്. ഓക്കെ, ഒരു സിംഗിൾ വാല്യൂ ആണിത്, മെട്രിക്സ് അല്ല. എൽ ഡാഷ് സിഗ്മ എൽ എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഇസഡ് ആൽഫ. ഓക്കെ, ഇസഡ് ആൽഫ ആണെങ്കിൽ വൈ ആൽഫ മൈനസ് 0 ബൈ റൂട്ട് ഓഫ് എൽ ഡാഷ് സിഗ്മ എൽ ഫോളോസ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വൈ ആൽഫ ഡാഷ് കൂടി അല്ലെങ്കിൽ വൈ ആൽഫ ട്രാൻസ്പോസ് കൂടി കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഇവിടെ അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, വൈ ആൽഫ ബൈ റൂട്ട് എൽ ഡാഷ് സിഗ്മ എൽ. അപ്പം അതിൻ്റെ സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ വരിക, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുന്നതിന് ഈക്വൽ ആണ് വൈ ആൽഫ ട്രാൻസ്പോസ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. യൂണിവേരിയേറ്റ് ആയതുകൊണ്ട് രണ്ടിനും വ്യത്യാസമില്ല. സോ വി കൺസിഡർ y alpha by root of L dash sigma L into y alpha dash by root of L dash sigma L follows chi-square distribution with 1 degrees of freedom. അല്ലേ? അപ്പം ഇത് നമ്മൾ summation over n എടുത്തു കഴിഞ്ഞാലോ, n റാൻഡം വേരിയബിൾസ് കൺസിഡർ ചെയ്യുവാണ്. ഇതിന് സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താവും, ദിസ് ഫോളോസ് chi-square with n degrees of freedom. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം, summation over alpha y alpha transpose by L dash sigma L അല്ലേ. ഡിനോമിനേറ്റർ L dash sigma L ആകും. അത് നമുക്ക് ഡിനോമിനേറ്ററിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ഓക്കെ, summation over y alpha dash follows L dash sigma L chi square. ആക്ച്വലി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, അങ്ങനെ പറയുന്നത് തെറ്റാണ്. ബിക്കോസ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അതൊരു ഇക്വേഷൻ അല്ല. അപ്പോൾ ആ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയെ ഞാൻ ഡിനോമിനേറ്ററിൽ ഇടുന്നതിന് പകരം അതിനെ ഞാൻ മാറ്റി, ഓക്കെ, സ്കെയിലാർ ക്വാണ്ടിറ്റിയെ മാറ്റി ആ വേരിയബിളിനെ തന്നെ കൺസിഡർ ചെയ്തേക്കുന്നു എന്നേ ഉള്ളൂ.
വേരിയബിൾ സമേഷൻ ഓവർ ആൽഫ വൈ ആൽഫ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് chi-square ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് വിത്ത് മൾട്ടിപ്ലൈഡ് ബൈ സം സ്കെയിലർ ക്വാണ്ടിറ്റി എൽ ഡാഷ് സിഗ്മ എൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. സോ ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വിഷാർഡ് റാൻഡം വേരിയബിൾ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം x1 x2 എക്സെട്ര xn p വേരിയേറ്റ് നോർമൽ വിത്ത് മീൻ വെക്ടർ 0 ആൻഡ് ഡിസ്പെർഷൻ മെട്രിക്സ് സിഗ്മ ഫോളോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ W എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ WP n സിഗ്മ ഫോളോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാർജിനൽസ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ എക്സ് ആൽഫ എന്ന് പറയുന്ന വെക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ മാർജിനൽ കാണുമ്പം വെക്ടർ ആയിരുന്നു. അപ്പം ഇവിടെ എന്താണ് പ്രത്യേകത? W എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ വെക്ടർ അല്ല, മെട്രിക്സ് ആണ്. മെട്രിക്സ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ മെട്രിക്സ് ഡബ്ല്യുവിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുവാണ്. W11, W12, W21, W22. അപ്പോൾ ഇവിടെ നമ്മൾ W12ൻ്റെയും W21ൻ്റെയും ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. W11, W22 ഈ രണ്ട് സബ് മെട്രിക്സസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോർമലിൻ്റെ കേസിൽ പറയുന്നത് പോലെ തന്നെ W11ൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് Q വേരിയേറ്റ് വിഷാർഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിഷാർഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഗ്രി Q വിത്ത് പാരാമീറ്റേഴ്സ് n ആൻഡ് സിഗ്മ 11. ഓക്കെ, ഞാൻ 0 ആയിരുന്നു എഴുതിയിരുന്നത്, അത് ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. 0 അല്ല, n ആൻഡ് സിഗ്മ 11. Also W22 follows Wishart distribution with a degree P minus Q with parameters n and sigma 22. അപ്പം ഇതാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺ 2 പേജിലായിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ അത്രയും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. സോ നമ്മൾ എക്സ് ആൽഫ കൺസിഡർ ചെയ്യുവാണ്. അപ്പം എക്സ് ആൽഫയുടെ മാർജിനൽസ് നമ്മൾ നോക്കുക. എന്താണ്? എക്സ് ആൽഫനെ നമ്മൾ 2 സബ് വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. ഫസ്റ്റ് Q കമ്പോണൻസ് ഉള്ള എക്സ് ആൽഫ 1ഉം നെക്സ്റ്റ് P മൈനസ് Q കമ്പോണൻസ് ഉള്ള എക്സ് ആൽഫ 2. അപ്പം നമുക്കറിയാം എക്സ് ആൽഫ 1ൻ്റെയും എക്സ് ആൽഫ 2ൻ്റെയും ഡിസ്ട്രിബ്യൂഷൻസ് എന്താണെന്ന്. നോർമൽ തന്നെയാണ്. അതിൻ്റെ വേരിയബിൾസ്, നമ്പർ ഓഫ് വേരിയബിൾസ് വ്യത്യാസം വരുന്നു. പിന്നെ ഡിസ്പെർഷൻ മെട്രിക്സ് വ്യത്യാസം വരുന്നു. ഓക്കെ, ഡിസ്പെർഷൻ മെട്രിക്സിനെ നമ്മൾ അതനുസരിച്ച് പാർട്ടീഷൻ ചെയ്തുകൊണ്ടാണ് നമുക്കിത് ആൻസർ കിട്ടുക. ഇനി നമ്മൾ W കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ W കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? എക്സ് ആൽഫയെ നമ്മൾ വെക്ടർ ഫോമിലാക്കി എഴുതുക. ഓക്കെ, ഇനി നമ്മളവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് ഫോമിലാണ് കിട്ടുക? ഈ വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മെട്രിക്സ് ഫോമിൽ കമ്പോണൻസ് കിട്ടും. എങ്ങനെയാണ് വരിക? സോ ഇതാണ് നമ്മുടെ ഡബ്ല്യുവിൻ്റെ ഫോം. അതിനെയാണ് നമ്മൾ ഒരു മെട്രിക്സ് ഓഫ് സബ് മെട്രിക്സസ് ആയിട്ട് W11, W12, W21, W22 എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, W11 എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ ആൽഫ എക്സ് ആൽഫ 1 എക്സ് ആൽഫ 1 ഡാഷ്. അത് എവിടെ നിന്നാണ് ഫോം ചെയ്തിരിക്കുക? എക്സ് ആൽഫ 1 എന്ന് പറയുന്നത് Q വേരിയേറ്റ് നോർമൽ വിത്ത് 0 ആൻഡ് സിഗ്മ 11 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഷാർഡ് ഡിസ്ട്രിബ്യൂഷൻ W11, വിഷാർഡ് റാൻഡം മെട്രിക്സ് W11 ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? വിഷാർഡ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രി Q ആൻഡ് പാരാമീറ്റേഴ്സ് n ആൻഡ് സിഗ്മ 11. ഓക്കെ, അത് നമ്മൾ അവിടെ നിന്ന്, അതായത് എക്സ് ആൽഫ 1ൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അവിടെ നിന്നാണ് നമ്മൾ W11ൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ W22ൻ്റെ. പക്ഷെ W12, W21ൻ്റെ കേസിൽ നമുക്ക് യാതൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുമില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് W11ഉം W22ഉം ഇൻഡിപെൻഡൻ്റ് ആകുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ കൊവേരിയൻസ്, അതായത് സിഗ്മ 1 to 0 ആകുന്ന കേസ്. ഈ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക. അപ്പം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്, അത് ഫോമിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് അറിയാനായിട്ട് എളുപ്പമുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രൂഫ്.
അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സാമ്പിൾ വേരിയൻസിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ എന്താണ് സാമ്പിൾ വേരിയൻസ്? എസ് എന്ന് പറയുന്നത് 1/n ക്യാപിറ്റൽ എസ് ആണ്. ക്യാപിറ്റൽ എസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സമ്മേഷൻ ഓവർ ആൽഫ എക്സ് ആൽഫ മൈനസ് എക്സ് ബാർ ഇൻറ്റു എക്സ് ആൽഫ മൈനസ് എക്സ് ബാർ ട്രാൻസ്പോസ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫോം കണ്ടാൽ തന്നെ നമുക്കറിയാം എക്സ് ആൽഫ മൈനസ് എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണെങ്കിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? വിഷാഡ് ഡിസ്ട്രിബ്യൂഷനാണ്. സോ അതുകൊണ്ട് തന്നെയാണ് സാമ്പിൾ വേരിയൻസിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുക. സോ ഇനി നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ഇത്രയും വന്നു കഴിഞ്ഞാൽ ഇനി എന്താണ്? എക്സ് ആൽഫ മൈനസ് എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. സോ നമുക്ക് നോക്കാം. നമ്മൾ അവിടെ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എക്സ് ആൽഫ മൈനസ് എക്സ് ബാറിനെ ഇസഡ് ആൽഫ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ സ്മോൾ എസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുക. അപ്പം നമുക്ക് സ്മോൾ എസിനെ സമ്മേഷൻ ഓവർ ആൽഫ ഈക്വൽ ടു 1 to n-1 ഇസഡ് ആൽഫ ബൈ റൂട്ട് n ഇസഡ് ആൽഫ ട്രാൻസ്പോസ് ബൈ റൂട്ട് n ആ ഒരു ഫോമിൽ കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് നോക്കാം ഇസഡ് ആൽഫ ബൈ റൂട്ട് n-ന്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണോ? അങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ടല്ലേ? സോ ഇസഡ് ആൽഫ ബൈ റൂട്ട് n-ന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? സോ നമുക്കറിയാം എക്സ് ആൽഫ എന്ന് പറയുന്നത് പി വേരിയേറ്റ് നോർമൽ വിത്ത് പാരാമീറ്റർ 0 ആൻഡ് സിഗ്മ. അതുകൊണ്ട് ഇസഡ് ആൽഫ ബൈ റൂട്ട് n എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പി വേരിയേറ്റ് നോർമൽ വിത്ത് പാരാമീറ്റർ 0 ആൻഡ് 1/n സിഗ്മ. സോ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇസഡ് ആൽഫ ബൈ റൂട്ട് n ഇൻറ്റു ഇസഡ് ആൽഫ ട്രാൻസ്പോസ് ബൈ റൂട്ട് n-ന്റെ ഡിസ്ട്രിബ്യൂഷൻ വരിക. പി വേരിയേറ്റ് വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? എന്നിന് പകരം n-1 അല്ലേ? സമ്മേഷൻ ഓവർ n-1 ആണ്. ആൽഫ ഈക്വൽ ടു 1 to n-1 ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുക. പിന്നെ നോർമലിൻ്റെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് 1/n സിഗ്മ. 1/√n അല്ല, 1/n സിഗ്മ. സോ ദിസ് സാമ്പിൾ വേരിയൻസ് ആസ് ഫോളോസ് വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ പി വേരിയേറ്റ് വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ with the parameters n-1 and sigma by n. So ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എസിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ദി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി സാമ്പിൾ ഡിസ്പെർഷൻ മെട്രിക്സ് 1/n s. 1/n s അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ എസ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുക. അപ്പം നമ്മൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ് അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈ ഒരു ഫോമിൽ കിട്ടി ഫോർ എസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് സിഗ്മ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ വിഷാഡ് ഡിസ്ട്രിബ്യൂഷനകത്ത് പഠിക്കുക. ഇനി ഈ മൊഡ്യൂളിൽ ബാക്കിയുള്ളത് ജനറലൈസ്ഡ് വേരിയൻസ് ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാവും പഠിക്കുക. ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.